എല്ലാവർക്കും നമസ്കാരം മക്കളെ. ഇത് കണ്ടില്ലേ, ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് മുരിങ്ങയിലയും ചെറുപയറും ചേർത്തൊരു പരിപ്പാണ്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമാണ്. നമ്മുടെ മുരിങ്ങയിലയുടെ പച്ചപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല പച്ചയോടുകൂടി തന്നെ കറി തയ്യാറാക്കിയിരിക്കുകയാണ്. അപ്പം നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമാണ്. പയറെന്ന് പറയുമ്പോൾ ഹൈ പ്രോട്ടീനും വൈറ്റമിൻ കാൽസ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഗുണങ്ങളൊക്കെ നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയില ഫൈബറാൽ നിർമ്മിതമാണ്. കാൽസ്യം റിച്ച്, വൈറ്റമിൻ സി, അയൺ, പിന്നെ അങ്ങനെ ഫോസ്ഫറസ്, മഗ്നീഷ്യം എല്ലാം ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഇലവർഗത്തിൽപ്പെട്ട ഒരു പച്ചക്കറിയാണല്ലോ നമ്മുടെ മുരിങ്ങയില. അപ്പോൾ അത് നല്ല ഗുണകരം. കഴിക്കാത്ത കുട്ടികളും ഇതേ രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ അവർ കഴിക്കും. അപ്പം നമ്മുടെ ഈ പയറ് മുരിങ്ങയില പരിപ്പ് കറി എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന്, പച്ചപ്പ് മാറാതെ, മുരിങ്ങയിലയുടെ പച്ചപ്പ് മാറാതെ തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മക്കളെ. നമ്മുടെ ചെറുപയർ മുരിങ്ങയില പരിപ്പ് കറിക്ക് ഞാൻ എടുത്തിരിക്കുന്ന പയറാണിത്. ഇത് ഒരു 150-200 ഗ്രാമോളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് മതി നമുക്ക്. ഇത് ഞാൻ പിന്നെ നല്ലപോലെ പാറ്റിപ്പിറക്കി ഇതിന് കഴുകി എടുക്കണം, വെച്ചിട്ട് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിന് നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ച മുരിങ്ങയിലയാണ്. ഇതെല്ലാം പറിച്ച് കഴുകി ഇതെല്ലാം നമ്മൾ അടർത്തി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതിനായിട്ട് ചേർക്കാനായിട്ട് ഞാൻ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിലകത്ത് ചേർക്കാൻ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ എന്ന് പറയുമ്പോൾ ചെറിയ ഉള്ളി, 3 പച്ചമുളകാണ് ഇതിനകത്ത് ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ വറ്റൽമുളകും കറിവേപ്പില ആണ് ഇതിന് താളിക്കാനുള്ളത്. അപ്പം നമുക്കിനി ഇത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിക്കണം. അപ്പം നമ്മുടെ കുക്കറിലേക്ക് നമുക്ക് ഇത് മാറ്റാം. അപ്പം ഞാൻ ഈ പയറൊന്ന് കഴുകി എടുത്തോണ്ട് വരട്ടെ. അപ്പം നമ്മുടെ പയർ ഇതാ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ 1.5 ഇഞ്ച് പൊക്കത്തി വെള്ളം വെക്കണം. കാരണം ഇതിന് നമ്മൾ കുതിർക്കാത്തതായതുകൊണ്ട് വെന്ത് വരണമല്ലോ. അപ്പം നമ്മൾ നമ്മുടെ ഈ പയറിൻ്റെ മുകളിൽ ഒരു 1.5 ഇഞ്ച് നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു 1/2 സ്പൂൺ ഉപ്പ്, പിന്നെ ഇതിലേക്ക് നമ്മൾ ഈ പച്ചമുളക്, നമ്മുടെ ഈ 3 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കും ഇതിനകത്ത്. അതുപോലെ തന്നെ ഈ വെളുത്തുള്ളി ഇതിനകത്ത് അങ്ങിടും. അപ്പോൾ ഇതൊക്കെ വെന്ത് ചേരും. അപ്പോൾ ഈ വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ഭക്ഷണത്തിലും ചേർക്കേണ്ട ഒരു ഹെൽത്തി, നമ്മുടെ ഹൃദയാരോഗ്യത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതങ്ങ് വെന്ത് ചേർന്നോളും. അപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം വരത്തില്ല. പിന്നെ ഒരു 3-4 അടിത്തറ, ഒരു 5-6 ചെറിയ ഉള്ളിയും കൂടെ ഞാൻ ഇടുകയാണ്. അപ്പോൾ നമുക്കിത് ഇനിയും കുക്കർ അടച്ച് വെച്ച് നമുക്ക് ഇത് 3-4 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. പയർ വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനിതിലേക്ക് നമ്മൾ ഒരു 5 ചെറിയ ഉള്ളി ഇട്ടു. ചെറിയ ഉള്ളി എത്ര ചേർത്താലും ടേസ്റ്റാണ് കേട്ടോ. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. 1/4 സ്പൂൺ ജീരകം. അപ്പം നമ്മൾ സാധാരണ പരിപ്പ് കറിക്കൊക്കെ ജീരകവും ചെറിയ ഉള്ളിയാണ് നമ്മൾ അരച്ച് ചേർക്കാറ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് നമുക്കിതൊന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചുകൊണ്ട് ഒരു ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കേട്ടോ. അപ്പം നല്ല ഫൈനായിട്ട് അരച്ചുകൊണ്ട് വരാം. മക്കളെ, നമ്മുടെ കറി തയ്യാറാക്കാൻ നമുക്ക് പയറൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കുക്കറിലെ. ഇത് കണ്ടില്ലേ, നമ്മുടെ ആ സവാള, ചെറിയ ഉള്ളിയും വെളുത്തുള്ളി എല്ലാം ഇതിനകത്തങ്ങ് അലിഞ്ഞ് വെന്ത് ചേർന്നണ്ട. നമ്മുടെ പച്ചമുളകും എല്ലാം വെന്തിട്ടുണ്ടേ, കണ്ടില്ലേ. നമുക്കിനി കറി തയ്യാറാക്കാം. അപ്പം നമുക്ക് കറി തയ്യാറാക്കാം. അതിനായിട്ട് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി നമുക്ക്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ കടുകെല്ലാം പൊട്ടിയിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു 3-4-5 ചെറിയ ഉള്ളിയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നത്. നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയൊക്കെ മൂത്ത് നമ്മളിനി ഇവിടെ വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി നന്നായിട്ട് ക്രിസ്പി ആയിട്ട് മൂക്കണം. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക്
നമ്മുടെ മുരിങ്ങയിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ ഈ മുരിങ്ങയിലൂടെ പച്ചപ്പ് നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ കറി വെക്കുന്നത്. നമ്മൾ ഈ നമ്മുടെ പയറിനകത്ത് നേരിട്ടങ്ങ് ഇതങ്ങ് വേവിച്ചാൽ ഇതങ്ങ് വെന്ത് അങ്ങ് ഇതിൻ്റെ കളറൊക്കെ അങ്ങ് മങ്ങിപ്പോകും, പിന്നെ അങ്ങ് അവിഞ്ഞു പോകും, അതങ്ങ് വാടി വേവും. അപ്പോൾ അത് കാണാനൊരു രുചിയില്ല, നമുക്ക് ഗുണവും കിട്ടത്തില്ല. അപ്പം നമ്മൾ ഇതേ രീതിയിൽ നമ്മുടെ ഈ വറവിനകത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് അരപ്പ് ഇതിൻ്റെ പുറത്തിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ മുരിങ്ങയില അങ്ങ് വേവുകയും ചെയ്യും. നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്, വേവുകയും ചെയ്യും. ഇതിൻ്റെ കളറും ഇതേ രീതിയിൽ തന്നെ നിലനിർന്ന് പോയിക്കോളും. പിന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും, ഇതിൻ്റെ ഗുണവും പോകത്തില്ല. അപ്പോൾ നമ്മുടെ ഈ മുരിങ്ങയില ഇതിനകത്തിട്ടങ്ങ് നമ്മൾക്ക് ചിക്കിച്ചോത്തി വരട്ടുമൊന്നും വേണ്ട. നമ്മുടെ ഈ വറവിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതേ ഉള്ളൂ. നമുക്ക് ഇതിലേക്ക് ഇനി അരപ്പിട്ട് കൊടുക്കാം. അരപ്പ് ഇതിൻ്റെ പുറത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ പുറത്ത് കിടക്കും. നമ്മുടെ ഇത്തരം ഇൻഡാലിയത്തിൻ്റെ ചീനിച്ചട്ടി ആയതുകൊണ്ട് നമ്മളിത് ഒഴിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, ഇതങ്ങ് തിളച്ചോളും. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് കൊടുക്കാം. പരിപ്പ് വഴിയില്ല, നമ്മുടെ പയറിന് നമ്മൾ വെള്ളം വെച്ചിട്ടില്ല കണ്ട. അപ്പം നമ്മൾ ഇതേ രീതിയിൽ വെച്ച് ഹൈ ഫ്ലെയിമിലിട്ടതൊന്ന് തിളപ്പിക്കണം. നമ്മുടെ ഈ അരപ്പ് ഒന്ന് തിളച്ച് വെക്കണം. ഹൈ ഫ്ലെയിമിൽ കിടന്ന് നമ്മുടെ ഈ ഇലയുടെ അടിയിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക്, കാരണം ഈ പരിപ്പിനകത്ത് ഈ അരപ്പിനകത്ത് ഉള്ള പിന്നെ ആ ഉള്ളിയും ആ തേങ്ങയുടെ പിന്നെ പച്ചച്ചൊവ്വയെന്ന് അന്നേരം നമ്മൾ സാധാരണ പറയാറ്, അതുമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇടുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ പരിപ്പ് വേവിച്ച് വെച്ചിരുന്ന ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പുറത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പും വേവും നന്നായിട്ടാണ് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതിനെ കൂട്ടി ഇളക്കണ്ട, ഇപ്പോഴേ കൂട്ടി ഇളക്കരുത്. ഇത് പിന്നെ ഇതിൻ്റെ അടിക്ക് കിടന്ന് നമ്മുടെ ഈ പരിപ്പും അരപ്പും നമ്മുടെ ഇല ഒന്ന് വേവണം. വെന്ത് നല്ല പിന്നെ നല്ലതായിട്ട് വെന്ത് വരണം. കാരണം അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ, അതിൻ്റെ പച്ചപ്പും നഷ്ടപ്പെടാതെ തന്നെയാണ് നമ്മളിത് ഈ കറി ഇങ്ങനെ തയ്യാറാക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ തിളച്ച വെള്ളം ഒഴിച്ചില്ലെങ്കിലും വേണ്ടി കുഴപ്പമില്ല. നമ്മുടെ ഈ ചട്ടി നന്നായിട്ട് ചൂടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു 2 മിനിറ്റ് നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യാം. വേണമെങ്കിൽ അടച്ചു വെക്കാം. ഇതിപ്പോൾ അടച്ചു വെക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഇപ്പോൾ 1 മിനിറ്റായി, നമുക്കൊന്ന് കൂട്ടി ഇളക്കാം. കണ്ടില്ലേ, നമ്മുടെ മുരിങ്ങയിലയുടെ പച്ചപ്പൊന്നും മാറാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ പരിപ്പിനകത്തിട്ട് നമ്മുടെ മുരിങ്ങയില അങ്ങ് വേവിച്ചെടുത്താൽ അത് കാണാനും ഒരു സുമാറില്ല, കഴിക്കാനും ഗുണവുമില്ല, ടേസ്റ്റുമില്ല. ഈ വാടിയ ഇലയൊക്കെ കഴിച്ചാൽ നമുക്കത് ഒരു ടേസ്റ്റ് കിട്ടത്തില്ല, ഒരു ഗുണവുമില്ല, ടേസ്റ്റുമില്ല. അപ്പം നമ്മൾ ഇതിനകത്തിട്ടിരിക്കുന്ന നമ്മുടെ മുരിങ്ങയില വേവുകയും ചെയ്ത് അതിൻ്റെ പച്ചപ്പൊട്ട് മാറിയിട്ടില്ല. കണ്ടില്ലേ, നല്ല കറക്റ്റായിട്ടിരിക്കുന്ന കണ്ട. ഞാൻ ഈ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. തിളക്കട്ടെ, ഒന്നുകൊണ്ട് തിളച്ച് കൂട്ടിച്ചേരട്ടത്. അപ്പോൾ നമ്മളിനി എല്ലാവരും നമ്മൾ മുരിങ്ങയില കറി വെക്കുമ്പോൾ ഇതേ രീതിയിൽ ചെയ്യുക. ഓരോരുത്തർക്കും നമ്മൾ എങ്ങനെയൊക്കെ കാണിച്ചാലും ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടല്ലോ, അതനുസരിച്ചല്ല ചെയ്യുള്ളൂ. പക്ഷെ നമ്മൾ പാചകങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണവും നമുക്ക് കിട്ടണ്ടേ. ഗുണം കിട്ടാതെ വെറുതെ കുറേ ചവറ് പോലെ വല്ലതും കഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മുരിങ്ങയില കണ്ട ഒന്നും കളറ് മാറാതെ നല്ല പച്ചപ്പ്, അതേ രീതിയിൽ തന്നെ അതിൻ്റെ പച്ചപ്പ് നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കി. നമ്മുടെ മുരിങ്ങയില വേവുകയും ചെയ്തു. അപ്പോൾ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ പയറ് പിന്നെ മുരിങ്ങയില പരിപ്പ് കറിയാണ്. കണ്ടില്ലേ, ഞാൻ ഈ പരിപ്പ് ഇങ്ങനെയാണ് ഞാൻ തയ്യാറാക്കാറ് കേട്ടോ. ഞാൻ ഈ ചെറുപയർ വെച്ച് ഇങ്ങനെയാണ് പരിപ്പുണ്ടാക്കാറ്. അല്ലാതെ ഞാൻ ഈ പിന്നെ മുരിങ്ങയില വെച്ച് പരിപ്പുണ്ടാക്കുമ്പോൾ ഞാൻ ദാൽ പരിപ്പൊന്നും എടുക്കത്തില്ല. നമുക്ക് വളരെയേറെ ഗുണം, നമ്മുടെ പയറിന് വളരെയേറെ ഗുണം, ഹൈ പ്രോട്ടീനാണ്. പിന്നെ നമ്മുടെ ഫൈബറും ഉണ്ട്. പിന്നെ നമുക്ക് ഫൈബറിന് വേണ്ടി നമ്മൾ ഈ ഇലയും ചേർത്തിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ശകലം കൂടെ വേണം. അപ്പോൾ എരിവൊക്കെ കറക്റ്റാണ്. എന്താണ്, അതിൽ 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. മക്കളെ, വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഞങ്ങളിവിടെ കുറച്ച് പേരില്ല ഉള്ളു. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും കട്ടിയിൽ വേണം. അപ്പം മക്കളെ, എല്ലാവർക്കും എൻ്റെ ഈ കറി ഇഷ്ടപ്പെടാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഓൾ ബട്ടനോട് ഒന്ന് ഇനേബിൾ ചെയ്യണമെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ മക്കളെ, അടുത്ത ഇതുപോലൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.